ശിവ ശിവ മുരുക. ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന നക്ഷത്രക്കാർ ഉണർന്ന ഉടൻ ഈ ഒരു വരി ഉരുവിട്ടാൽ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ വലിയ സമ്പത്ത് വരുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട കാര്യം ഒരു ചെറിയ പച്ച കോട്ടൺ തുണി വേണം, അല്പം നാണയം വേണം. അപ്പോൾ അത് പിന്നെ ജപിക്കേണ്ട ഒരു വരിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. ഇത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പൈസ വരുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അധ്വാനിക്കുന്നതോടൊപ്പം ഈ ഒരു കാര്യം കൂടെ ചെയ്താൽ നമുക്ക് പുതിയ പുതിയ ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ നക്ഷത്രക്കാരാണ്. പച്ച കോട്ടൺ തുണി പല നക്ഷത്രക്കാർക്കും പല ദിവസം ചെയ്താൽ മതി, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ശരനൂൽ വിദ്യയും കൂടെ ഉണ്ട്, ഒരു ശ്വാസവിദ്യയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ശരനൂൽ വിദ്യ ചെയ്തിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് ഫലിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ പച്ച കോട്ടൺ തുണി പല രീതിയിൽ ധനകാര്യത്തിന് വേണ്ടി ചെയ്തവർക്ക് വലിയ സമ്പത്തുണ്ടായ ഒരുപാട് ആളുകളുണ്ട്. ഇത് പല വീഡിയോ കാണുന്ന പലർക്കും അറിയാം. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ പറയുന്നത് കാര്യമുള്ള കാര്യം പറയത്തുള്ളൂ, നല്ല കാര്യം പറയത്തുള്ളൂ. പിന്നെ അവനൊന്നും ഇഷ്ടമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഇതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം, ജോലി ചെയ്യുകയും കൂടെ വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇവയാണ് ഇനി വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. 10,000 മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, ഫോട്ടോകൾ, കൈയുടെ ഇമേജും ഒക്കെ. അപ്പം പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഫ്രീ ആവുന്നതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. നിങ്ങൾക്ക് അത് കേട്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. ഒരു തവണ ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്തുകൊണ്ടൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. അത് പ്രത്യേക രീതിയിൽ ആവർത്തിക്കണം. ഞാൻ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന 10, 15, 20 രൂപയുടെ നല്ല വഴിപാടുകളെ പറയത്തുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം, അങ്ങനെയുള്ള നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നെനിക്ക് വാട്സപ്പിൽ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ അമ്പലപ്പുഴ പോയായിരുന്നു. അമ്പലത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പോയി ഭഗവാനെ കണ്ടു തൊഴുതു. അപ്പോൾ ഇന്നലെ തലേദിവസമേ എനിക്ക് വേറൊരാൾ, നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന ഒരാൾ എനിക്കൊരു നമ്പർ തന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളുടെ നമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്ക് കുറച്ച് പാൽപ്പായസം വേണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച്, അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നമ്പർ തന്ന ആൾ പറഞ്ഞു കൗണ്ടറിൽ ഇരിക്കുന്ന ആ പുള്ളിയെ രാവിലെ 10 മണിക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ച് ചെല്ലത്തുള്ളൂ, അപ്പോഴേ എന്ന് മതി. ആ പുള്ളിയെ രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഒരുപാട് വിളിച്ചു, എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ താമസിച്ചായിരുന്നു. കാരണം രാവിലെ ഈ പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി താമസിച്ച് എന്നാൽ മതി എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഞാൻ താമസിച്ചു പോയി. അത് കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് പാൽപ്പായസത്തിൻ്റെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞു. എനിക്കൊരു 5 ആൾ മുമ്പ് വരെ കഴിഞ്ഞപ്പോൾ പാൽപ്പായസം തീർന്നു പോയി. ഞാൻ 1:30 വരെ ക്യൂ നിന്നു. അതുകൊണ്ട് ഇന്നെനിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോൾ 3 മണിയായി. ഇന്നെനിക്ക് വാട്സപ്പ് നോക്കാൻ പറ്റിയിട്ടില്ല, ഒരു കാര്യം പറ്റിയിട്ടില്ല. അപ്പം എനിക്കൊരു 5 ആൾ വരെ, എനിക്ക് മുമ്പിൽ 5 പേരൂടെ ഉള്ളപ്പോൾ പാൽപ്പായസം തീർന്നു. ഞാൻ പിന്നെ അതെനിക്ക് മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലൊരു ചെറിയ വിഷമം തോന്നി. കാരണം ഞാനത് മേടിക്കാൻ വേണ്ടി നിന്നത് എനിക്ക് വേണ്ടിയല്ലായിരുന്നു. അത് എനിക്കിവിടെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കൊണ്ട് പാൽപ്പായസം അമ്പലപ്പുഴയുടെ തരാറുണ്ട്. ഞാൻ പിന്നെ പായസം അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ ആർക്കെങ്കിലും കൊടുക്കത്തേ ഉള്ളൂ. ഞാനിന്ന് ക്യൂ നിന്ന് അവിടെ മേടിക്കാൻ വേണ്ടി നിന്നത്. എന്നിട്ട് ഞാൻ ആ കൗണ്ടറിലിരിക്കുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ രാവിലെ ഫോൺ വിളിച്ചിട്ട് തന്നെ എടുക്കാമെന്ന്. പുള്ളി എന്തോ ആവശ്യത്തിന് പോയേക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് എടുക്കാമായിരുന്നല്ലോ. പുള്ളി നിരുത്തരവാദപരമായിട്ട് പുള്ളി കൈമലത്തി. പുള്ളി എന്തോ ആവശ്യത്തിന് പോയേക്കുവാണ്. ആണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അത് കുഴപ്പമില്ല. പക്ഷേ അത് ഫോൺ എടുക്കുന്നത് തെറ്റില്ലല്ലോ. എന്തായാലും കൊള്ളാം. നമുക്ക് ഓരോരുത്തരും ഉണ്ടാകുന്ന ആ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിന് വലിയ കാര്യമല്ലായിരിക്കും. എന്തായാലും
ഞാൻ ആ ക്യൂവിൽ നിന്നും എനിക്ക് പാൽപ്പായസം കിട്ടിയില്ല. ഒരു 5 ആൾ മുമ്പ് വരെ ആയപ്പോൾ തീർന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അപ്പോഴേ ഞാൻ ആ പായസം മേടിക്കാൻ നിന്നത് ഒരു പ്രായമുള്ള ഒരു മനുഷ്യന്, അദ്ദേഹം അന്യമതസ്ഥനാണ്. ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ്റെ ആഗ്രഹം ആ പുള്ളി പറഞ്ഞു, ഇച്ചിരി അവിടെ പോകുമ്പോൾ ഇച്ചിരി പാൽപ്പായസം എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് പൈസയൊന്നും മേടിക്കാവാ എൻ്റെ ഇതായിട്ടും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ കിട്ടിയില്ല. പോട്ടെ. പിന്നെ വേറെ ഒരു അന്യമതസ്ഥപ്പെട്ട ഒരു കുടുംബത്തിൽ അവരും എന്നോടൊരു ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ വെളിയിറങ്ങി വന്നപ്പം അതിലൊരാൾ ഈ അന്യമതസ്ഥപ്പെട്ട ആ കുടുംബത്തിലെ ആ പുള്ളി എന്നോട് ചോദിച്ചു, കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ക്ഷമിക്കണം, ഞാൻ പരമാവധി ശ്രമിച്ചു. രാവിലെ ആ ഫോൺ വിളിച്ച അദ്ദേഹം കറക്റ്റായിട്ട് അത് ഫോൺ എടുത്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ കുറച്ചുകൂടി ചിലപ്പം എന്തായാലും നേരത്തെ വരാനും ഞാൻ അതുകൊണ്ട് താമസിച്ചാണ് വന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ പരമാവധി ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അന്യമതത്തിൽപ്പെട്ട ആ കുടുംബത്തിലെ ആൾ പാൽപ്പായസത്തിന് വേണ്ടി എന്നെ നോക്കി വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഏതായാലും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ. എനിക്ക് പായസം എനിക്ക് വേണ്ടിയല്ല, എനിക്കിവിടെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്കിവിടെ കൊണ്ടുതരുന്നുണ്ട്. അമ്പലപ്പുഴയിലെ പായസം ആയിക്കോട്ടെ, കൊട്ടിയൂരെ പായസം ആയിക്കോട്ടെ, എവിടുത്തെ വേണമെങ്കിലും എനിക്കിവിടെ ആളുകൾ കൊണ്ടുതരുന്നു. ഇന്ന് എനിക്ക് വേണ്ടിയല്ല, എനിക്കൊരു വിഷമം തോന്നി. എന്തായാലും അതിരിക്കട്ടെ. എല്ലാത്തിനും ഒരു സത്യമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എനിക്ക് ആ ഒരു പരിഭവമില്ല, എങ്കിലും അത് ഒരനുഭവമായിരുന്നു. പിന്നെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വിശദമായിട്ട് ഒരു പ്രാർത്ഥനയും കൂടെ, ഒരു വിശദമായിട്ട് നല്ല ചെറിയൊരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി, ഈശ്വര, എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ ഉണ്ടാകണം, എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകണം. ഈശ്വരൻ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈശ്വര, പരമേശ്വര, നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് വരാം. അവിടെ പൂരം, കാർത്തിക, രേവതി, മൂലം, മകയിരം, ചിത്തിര, അവിട്ടം, ഈ നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഉണർന്ന ഉടനെ ഒരു പച്ച കോട്ടൺ തുണി ചെറുതായിട്ടൊരു ചതുരത്തിൽ മുറിച്ച്, അല്ല 2, 3, 4 മടക്കിയാലും മതി, അതിൻ്റെ അകത്ത് കുറച്ച് നാണയം വെച്ച് കണി കാണുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ഇതൊരു അത്ഭുതകരമായ ഒരു വിദ്യയാണ്, രഹസ്യമായ ഒരു വിദ്യയാണ്. പച്ച കോട്ടൺ തുണി നിങ്ങൾ കടയിൽ പോയി മേടിക്കണം, ജൗളിക്കട മേടിച്ചിട്ട് അത് ഒരു ചതുരത്തിൽ മടക്കിയിട്ട് അതിനകത്ത് കുറച്ച് നാണയം മതി, പേരിന് നാണയം, അധികമൊന്നും വേണ്ട. അത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾ കണി കാണുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം പൂരം, കാർത്തിക, രേവതി, മൂലം, മകയിരം, ചിത്തിര, അവിട്ടം, ഇങ്ങനെ നിങ്ങൾ ചൊവ്വാഴ്ച ഒന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും. അപ്പോൾ ഈ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഈ കോട്ടൺ മാറ്റി വെക്കാം. അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ ആ കോട്ടൺ തന്നെ ഉപയോഗിക്കാം അടുത്ത ചൊവ്വാഴ്ച. എന്നിട്ട് പച്ച കോട്ടൺ തുണി മതി കേട്ടോ, പച്ച കോട്ടൺ തുണി. എന്നിട്ട് ഈ പൈസ നിങ്ങൾക്ക് വേണം ഉപയോഗിക്കാം, അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. എല്ലാ ചൊവ്വാഴ്ച ഈ ഒരേ തരത്തിലുള്ള നാണയം വേണമെന്നില്ല, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? നിങ്ങളുടെ വലതു മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കിനകത്തൂടെ ക്ലീം 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 ശിവായ ക്ലീം ക്ലീം, ഈ ഒരു രീതിയിൽ, ഇതൊരു പ്രത്യേക രീതിയാണ്. ക്ലീം 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 ശിവായ ക്ലീം. ഇങ്ങനെ ഈ ഇടതുമൂക്കിനകത്തൂടെ വലതുമൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇവിടെ നെറ്റിൽ ഒരു വെള്ളപ്രകാശത്തിൽ ടച്ച് ചെയ്ത് ഇടതുമൂക്കിൽ കൂടെ നിങ്ങളുടെ വലതുമൂക്കിൽ കൂടി ശ്വാസം എടുത്ത് നെറ്റിൽ ഒരു വെള്ളപ്രകാശത്തിൽ ടച്ച് ചെയ്ത് ഇടതുമൂക്കിൽ കൂടെ ക്ലീം 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 ശിവായ ക്ലീം, 3 ക്ലീം, അത് കഴിഞ്ഞ് ശിവായ, പിന്നെ ഒരു ക്ലീം, ഇങ്ങനെ ജപിച്ച് ശ്വാസം വിടുക. സങ്കല്പിച്ച് ചെയ്താൽ മതി, ശ്വാസം എടുത്ത് പിടിക്കുകയൊന്നും വേണ്ട. 2 മൂക്കിലൂടെ നിങ്ങൾക്ക് ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം. ഒരു മൂക്ക് അടച്ചു പിടിക്കേണ്ട, ശ്വാസം എടുത്ത് വിട്ടാൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഈ പച്ചപ്പട്ടിനകത്ത് ഈ നാണയം വെച്ച് പൂരം, കാർത്തിക, രോഹിണി, മൂലം, മകയിരം, ചിത്തിര, അവിട്ടം, ഈ നക്ഷത്രക്കാർ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മേ, ധനം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം നാൾക്ക് നാൾ നൽകണേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, ഇങ്ങനെ പ്രാർത്ഥിക്കണം. പച്ച കോട്ടൺ തുണിക്കകത്ത് ഈ നാണയം കണി കണ്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഉണർന്ന ഉടനെ കാലും കൈയും മുഖവും കഴുകിയിട്ട് ഇത് ചെയ്യാം, കുളിക്കണമെന്നൊന്നുമില്ല. ഇനിയും അടുത്തത്
തിരുവാതിര, പുണർദം, തിരുവോണം ഈ നക്ഷത്രക്കാരാണെങ്കിൽ ഇത് വെള്ളിയാഴ്ച ചെയ്യണം. വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ ചെയ്യുക. വെള്ളിയാഴ്ച രാവിലെ ഇതുപോലെ മന്ത്രം ഇതുപോലെ അതിനു മുമ്പുള്ള ശ്വാസം ഇങ്ങനെ ചെയ്യണം. ഈ ശ്വാസവിദ്യ 3 തവണ ചെയ്യണം കേട്ടോ. അപ്പം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്താൽ മതി. അത് ചെയ്തിട്ട് ഈ സർവമംഗളമെങ്കിലേ ജപിച്ചാൽ മതി. തിരുവാതിര, പുണർദം, തിരുവോണം ഈ നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ചെയ്യേണ്ട, ചൊവ്വാഴ്ചയല്ല. വെള്ളിയാഴ്ച രാവിലെ കയ്യും കാലും മുഖം കഴുകിയിട്ട് ചെയ്യുക. ഇനിയും മകം, ഭരണി, കേട്ട, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരും ചൊവ്വായും വെള്ളിയും ചെയ്യണം. ചൊവ്വായും വെള്ളി ഇതുപോലെ ചെയ്യണം. മന്ത്രം അതുപോലെ തന്നെ, ചെയ്യുന്ന വിദ്യയല്ല അതുപോലെ തന്നെ. ചൊവ്വായും വെള്ളിയും ശ്രദ്ധിച്ചോണം. അതിൻ്റെ ആ രഹസ്യ രീതിയാണ് പറഞ്ഞായിരുന്നത്. അതുപോലെ തന്നെ അശ്വതി, ആയില്യം, അനിഴം, ഉത്രാടം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർ വ്യാഴാഴ്ച രാവിലെ ചെയ്യേണ്ടത്. വ്യാഴാഴ്ച രാവിലെ അവർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് കൈയും കാലും മുഖവും കഴുകിയിട്ട് പച്ചക്കോട്ടൺ തുണിക്കകത്ത് ഈ നാണയം വെച്ച് ചെയ്യുന്നതിന് മുമ്പ് വലതുമൂക്കിൽ കൂടി നിങ്ങളുടെ വലതുമൂക്കിൽ കൂടി ശ്വാസമെടുത്ത് ഇടതുമൂക്കിൽ കൂടി ശ്വാസം വിടുമ്പോൾ ക്ലീം കൃഷ്ണായ ക്ലീം എന്ന് ജപിച്ച് വിടുക. അങ്ങനെ 3 തവണ ചെയ്യുക. എന്നിട്ട് ഓം കൃഷ്ണായ നമ ജപിച്ച് വേണം ഈ പച്ചക്കോട്ടൺ തുണിക്കകത്ത് ഈ നാണയത്തെ നോക്കി ഓം കൃഷ്ണായ നമ ജപിച്ച് ഭഗവാനെ വളരെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് വ്യാഴാഴ്ചകൾ ചെയ്യണം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രോഹിണി, ഉത്രാടമല്ല രോഹിണി, ഉത്രം ഈ 2 നാളുകാരും ബുധനാഴ്ച ദിവസം ഇതുപോലെ ചെയ്യണം. അതും ഇതുപോലെ കൃഷ്ണൻ്റെ മന്ത്രം ജപിച്ചാണ്. മനസ്സിലായല്ലോ. ഈ വ്യാഴാഴ്ച ചെയ്യുന്നതും കൃഷ്ണൻ്റെ മന്ത്രം ജപിച്ചാണ്. കൃഷ്ണവിദ്യയാണ് ശ്വാസവിദ്യയായിട്ടും ചെയ്യുന്നത്. ബുധനാഴ്ചയും കൃഷ്ണൻ്റെ മന്ത്രം ജപിച്ചാണ് കൃഷ്ണവിദ്യയാണ് ശ്വാസവിദ്യയായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബുധനും വ്യാഴവും കൃഷ്ണൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ചൊവ്വ, വെള്ളി ചെയ്യുന്നവർ ദേവി സർവമംഗളമംഗല്യാണ്. അതുപോലെ ശിവായ ക്ലീം 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 ശിവായ ക്ലീം എന്ന മന്ത്രമാണ് ശ്വാസവിദ്യയായിട്ട് ചെയ്യുന്നത്. ഇനിയും പൂയം, വിശാഖം, ചതയം, അത്തം ഈ നാളുകാരും വ്യാഴാഴ്ച ഇതുപോലെ പച്ചക്കോട്ടൺ തുണിക്കാതെ നാണയം എടുത്ത് അതിനു മുമ്പ് തന്നെ 3 തവണ ഈ വലതുമൂക്കിൽ കൂടി ശ്വാസം എടുത്തിട്ട് ഇടതുമൂക്കിൽ കൂടി കൃഷ്ണായ ക്ലീം എന്ന് ജപിച്ച് ശ്വാസം വിടുക. ഇത് 3 തവണ ചെയ്യുക. എന്നിട്ട് ഈ ശ്വാസവിദ്യ ചെയ്യുമ്പോഴും ഈ ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഏത് ദേവതയുടെ മന്ത്രം, ഇപ്പോൾ കൃഷ്ണൻ്റെ ആണെങ്കിൽ ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ സമ്പത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചേക്കണം. എന്നിട്ട് നിങ്ങൾ പച്ച കോട്ടൺ തുണി വെച്ച് അത് നാണയം വെച്ച് നിങ്ങൾ ഓം കൃഷ്ണായ നമ ജപിച്ച് ഭഗവാനെ സമ്പത്തും ഐശ്വര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായല്ലോ. അത് വ്യാഴാഴ്ചയാണ് ചെയ്യേണ്ടത്. പൂയം, വിശാഖം, ചതയം, അത്തം ഈ നാളുകാർ. ഇനിയും വെള്ളിയാഴ്ച തന്നെ ചോതി, പൂരാടം ഈ നാളുകാരും വെള്ളിയാഴ്ച അവർക്കും ചെയ്യാം. അവർക്ക് വെള്ളിയാഴ്ച മാത്രം ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് വെള്ളിയാഴ്ച മാത്രം ചെയ്താൽ മതി. വെള്ളിയാഴ്ച ചെയ്യുക. ചോതി, പൂരാടം. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ആദ്യം കൈയും കാലും മുഖവും കഴുകിയിട്ട് വലതുമൂക്കിനകത്തൂടെ ശ്വാസമെടുത്ത് ഇടതുമൂക്കിൽ കൂടെ ക്ലീം 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 3 ക്ലീം, പിന്നെ ശിവായ ജപിച്ചിട്ട് 1 ക്ലീം, അങ്ങനെ മനസ്സുകൊണ്ട് ജപിച്ച് വിടുക. എന്നിട്ട് ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ വലതുമൂക്കിൽ കൂടെ എടുക്കുക, ഇടതുമൂക്കിൽ കൂടെ വിടുക. ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇതെല്ലാം കണ്ണു തുറന്നാണ് ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ചിട്ട് ഈ പച്ച കോട്ടൺ തുണിക്കകത്ത് നാണയം വെച്ച് സർവമംഗളമംഗല്യെ ജപിച്ച് പിന്നെ ദേവിയോട് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ അപ്പോൾ ഈ വെള്ളിയാഴ്ചകൾ ചോതി, പൂരാടം വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരും ആ പറഞ്ഞു തന്ന രീതിയിൽ അത് ആവർത്തിക്കുക. പച്ചക്കോട്ടൺ തുണിക്കകത്ത് നാണയം വെച്ച് അത് വളരെ ഐശ്വര്യദായകമാണ്. ഒന്നുകൂടെ പറയാം. പൂരം, കാർത്തിക, രേവതി, മൂലം, മകയിരം, ചിത്തിര, അവിട്ടം ഈ നാളുകാർ ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റ് കൈയും കാലും മുഖവും കഴുകി വലതുമൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇവിടെ നെറ്റിയിലൊന്ന് ടച്ച് ചെയ്യുന്ന പോലെ സങ്കല്പിക്കണം. അതിൻ്റെ അകത്താണ് രഹസ്യം ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ചിട്ട് ടച്ച് ചെയ്യുന്നതായിട്ട് വിചാരിച്ചിട്ട് എന്നിട്ട്
വലതുമൂക്കിലൂടെ എടുത്ത് ഇടതുമൂക്കിലൂടെ ശിവ ക്ലീം 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 3 ക്ലീം ശിവായ ക്ലീം എന്ന് ജപിച്ച് വിടുക. ഇതിൽ 3 തവണ ചെയ്യുക. എന്നിട്ട് ഈ ഇടതുമൂക്കിനുള്ളിൽ തന്നെ ശ്രദ്ധിച്ച് ഭഗവാനെ ശിവഭഗവാനെ ദേവി അമ്മേ ദേവിയെയും വിളിക്കുക. സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം നൽകണം. എന്നിട്ട് പച്ച കോട്ടൺ തുണിക്കകത്ത് നാണയം എടുത്ത് അപ്പോൾ ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അമ്മേ സർവ്വമംഗളമംഗല്യം ജപിച്ച് അമ്മയെ സമ്പത്തും ഐശ്വര്യം ഉയർച്ച എല്ലാം നൽകണേ എന്ന് പറയുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് നാണയം ഇത് നിങ്ങൾക്ക് വേണേൽ ഉപയോഗിക്കാം, അത് മാറ്റിവെക്കാം. ഇത് ചൊവ്വാഴ്ചകളിൽ ആവർത്തിക്കണം. ഇനിയും വെള്ളിയാഴ്ച, ഇനി തിരുവാതിര, പുണർദം, തിരുവോണം ഈ നാളുകാരാണെങ്കിൽ വെള്ളിയാഴ്ച ഈ വിദ്യ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനിയും മകയിരം, ഭരണി, കേട്ട, ഉത്രട്ടാതി ഈ നാളുകാരാണെങ്കിൽ ചൊവ്വായും വെള്ളിയും ഇതുപോലെ തന്നെ ചെയ്യുക. മനസ്സിലായല്ലോ രാവിലെ. ഇനിയും അശ്വതി, ആയില്യം, അനിഴം, ഉത്രാടം, പൂരിരുട്ടാതി ഈ നാളുകാരാണെങ്കിൽ വ്യാഴാഴ്ച ചെയ്യണം. ഇവിടെ മന്ത്രത്തിനകത്ത് വ്യത്യാസമുണ്ട്. വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിലൂടെ വിടുമ്പം ക്ലീം കൃഷ്ണായ ക്ലീം എന്ന് ജപിച്ചിട്ട് 3 തവണ ജപിച്ചിട്ട് സങ്കല്പിച്ചാൽ മതി. 3 തവണ ഇങ്ങനെ നിങ്ങളുടെ വലതുമൂക്കിലൂടെ എടുത്ത് ഇടതുമൂക്കിലൂടെ വിടുന്നു. പിന്നെ ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് കൃഷ്ണ ഗോവിന്ദ എന്ന് വിളിച്ച് ഭഗവാനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പച്ചപ്പട്ടിനകത്ത് നാണയം വെച്ച് കൃഷ്ണനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓം കൃഷ്ണായ നമ ജപിച്ച് വ്യാഴാഴ്ച ചെയ്യുന്നവർ. മനസ്സിലായോ? ഇനി ബുധനാഴ്ച ചെയ്യുന്നവരും അതായത് രോഹിണി, ഉത്രം ഈ നാളുകാരും ബുധനാഴ്ച ചെയ്യണം രാവിലെ. അവരും ഈ കൃഷ്ണൻ്റെ വിദ്യ ചെയ്യുന്നുണ്ട്. പിന്നെ വ്യാഴാഴ്ച ചെയ്യുന്നവർ പൂയം, വിശാഖം, ചതയം, അത്തം അവരും ഈ കൃഷ്ണൻ്റെ മന്ത്രം ജപിച്ച് കൃഷ്ണനോട് ഓം കൃഷ്ണായ നമയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ വെള്ളിയാഴ്ച ചെയ്യുന്നവർ ചോതി, പൂരാടം അവർ ആ ദേവിയുടെ അവർ ചെയ്യേണ്ടത് ഇതുപോലെ വലതുമൂക്കിനകത്തൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിൽ കൂടി ക്ലീം 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 ശിവായ ക്ലീം ജപിച്ച് വിട്ട് 3 തവണ അങ്ങനെ സങ്കല്പിച്ച് ചെയ്താൽ മതി. ശ്വാസം സങ്കല്പിച്ച് ചെയ്യുക. പിന്നെ ആ ഇടതുമൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഈ ക്ലീം 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 ശിവായ ക്ലീം എന്ന് മന്ത്രം ജപിച്ച സമ്പത്ത് ഐശ്വര്യ ഉയർച്ച ഒക്കെ പറയുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് പച്ച കോട്ടൺ തുണിക്ക് അത് നാണയം വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴും സർവ്വമംഗളമംഗല്യം ജപിച്ചാണ് പ്രാർത്ഥിക്കുന്നത് വെള്ളിയാഴ്ച ചെയ്യുന്നവരെ. അപ്പം ചൊവ്വ, വെള്ളി ഈ ദിവസങ്ങളിൽ ചെയ്യുന്നവരെ മൂക്കിനുള്ളിൽ ക്ലീം 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 ശിവായ ക്ലീം എന്ന മന്ത്രമാണ് ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുമ്പോൾ ചെയ്യേണ്ടത്. വലതുമൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ ഒന്നും ജപിക്കേണ്ട. വ്യാഴം, ബുധൻ ജപിക്കുന്നവർ കൃഷ്ണമന്ത്രമാണ് ക്ലീം കൃഷ്ണായ ക്ലീം ജപിച്ചാണ് വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഒരു ചിന്തയില്ലാതെ ഇടതുമൂക്കിൽ കൂടി വിടേണ്ടത്. പിന്നെ ചൊവ്വ, വെള്ളി ഈ ദിവസങ്ങളിൽ ചെയ്യുന്നവർ പച്ചപ്പട്ടി നോക്കി ജപിക്കേണ്ടത് സർവ്വമംഗളമംഗല്യമാണ്. ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടവർ പച്ചപ്പട്ട നോക്കി ജപിക്കേണ്ട ഓം കൃഷ്ണായ നമയാണ്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ നല്ല ഒരു ഐശ്വര്യം ഉയർച്ച ഒക്കെ ഉണ്ടായി വരും. അപ്പോൾ അത് വളരെ വളരെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എല്ലാവരുടെയും ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചില നക്ഷത്ര രഹസ്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എല്ലാ കാര്യവും ചെയ്യുന്നതിലല്ല, നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. നമ്മുടെ ഈ ശാസ്ത്രഗതിയിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം നമ്മൾ അധ്വാനിക്കുകയും കൂടെ വേണം, നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ധനം, സമ്പത്ത്, ഭാഗ്യം ഇതൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ്. ഒരാളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പം പൂരനാൾ എന്ത് ചെയ്താലും ഭദ്രകാളി ദേവി പ്രീതിക്കുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം പെട്ടെന്ന് മാറുമെന്നുള്ളതാണ്. പൂരനാൾ ഇപ്പോൾ ഒരു വീട്ടിൽ 2 പൂരം വരുന്നു. അപ്പം കുറച്ച് ഒരു പ്രതിസന്ധികളോ കാര്യങ്ങളോ ഒക്കെ അവിടെ കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം. എന്ന് വെച്ചാൽ ആ നാളിൻ്റെ കുഴപ്പം കൊണ്ടല്ലത്. ഒരു നാൾ വരുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ ആ ചില കാര്യങ്ങൾ ആ മുൻജന്മ കർമ്മം അനുസരിച്ചുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നക്ഷത്രത്തിലും ഓരോരുത്തരും അവിടെ ജനിക്കുന്നത്. അവിടെ ആ കർമ്മമുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ഈ നാള് അവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കർമ്മം അവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ നക്ഷത്രക്കാർ അവിടെ ജനിക്കത്തില്ല. അത് ഈശ്വരഹിതമാണ്. അപ്പം അതെന്ന് വെച്ചാൽ വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഭദ്രകാളിയെ കൂടുതലായിട്ട് വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും. അതുപോലെ കാർത്തിക നക്ഷത്രക്കാർ
കാർത്തിക നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിലും പോകണം, ചൊവ്വാഴ്ച മുരുകൻ ക്ഷേത്രത്തിലും പോകണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക. ഏത് ദേവൻ്റെ അല്ലെ ദേവിയുടെ പ്രീതി കിട്ടാൻ ആ ദേവൻ്റെ ഇഷ്ട നിവേദ്യം അല്ലെ ദേവിയുടെ ഇഷ്ട നിവേദ്യം ഇതാണ് പെട്ടെന്ന്. അല്ലെ പിന്നെ മാല അർച്ചനയൊക്കെ നല്ലതാണ്. അതുപോലെ മൂലനക്ഷത്രക്കാരും ഈ ചൊവ്വാഴ്ച ഈ വിദ്യ ചെയ്യുക. അതുപോലെ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് അമ്മയ്ക്ക് കടുംബായുസം ചെമ്പരത്തിമാല ഒക്കെ ചെയ്യുന്ന നല്ലതാണ്. പിന്നെ സർപ്പക്ഷേത്രത്തിൽ ഞായറാഴ്ച പോയാലും മൂലനക്ഷത്രക്കാർ പെട്ടെന്ന് രക്ഷപ്പെടും. നമ്മൾ ആദ്യം ഇതും ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. ഓരോ നക്ഷത്രക്കാർക്കും ചില രഹസ്യങ്ങളുണ്ട്. അതിപ്പോൾ എൻ്റെ അനുഭവത്തിന് അടിസ്ഥാനത്തില്ല ഞാൻ പറയുന്നത്. അതെനിക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. കാരണം ഒരു ഏറ്റവും പ്രതിസന്ധി ഉണ്ടായിരുന്നത് പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ രേവതി നക്ഷത്രക്കാർക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറുമെന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട. അവർക്ക് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറുമെന്നുള്ളതാണ്. പിന്നെ മകയിരം നക്ഷത്രക്കാർ വളരെ ചെറുപ്പത്തിലെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരാണ്. ഒരു മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നത്. ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ല മനസ്സുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മകയിരം നക്ഷത്രക്കാരാണ് അവിടെ അമ്പലപ്പുഴ കൗണ്ടറിൽ ഇരുന്നെങ്കിൽ അയാൾ എന്നാങ്കിലും ഹെൽപ്പ് ചെയ്തു വന്നത്. ഈ മകയിര നക്ഷത്രക്കാരൻ അങ്ങനെ ഞാൻ പറയുമായിരുന്നു, നക്ഷത്രത്തിൻ്റെ ഉദാഹരണമാണ്. ചില നക്ഷത്രക്കാർക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്, ചില നക്ഷത്രക്കാർക്ക് അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും കാണത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ പക്ഷേ അതുകൊണ്ട് തന്നെ മകയിര നക്ഷത്രക്കാരൻ അനുഗ്രഹമുള്ളവരാണ്. അവർക്ക് ജീവിത അന്ത്യത്തിൽ അവരെ ആരെങ്കിലും നോക്കാൻ കാണും, മക്കളോ ആരെങ്കിലും ഇവരെ നോക്കും. ഇവർ അനാഥമാകാനില്ല. നമ്മുടെ കർമ്മമാണ് നമ്മളെ നയിക്കുന്നത്. എല്ലാത്തിനും ഒരു സത്യമുണ്ട്. അന്ന് എനിക്കൊരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം എന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതെനിക്ക് അതിൻ്റെ യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഓരോ ശ്വാസത്തിലും ഈശ്വരനാമം ജപിച്ച് നടക്കുന്നതോളം എനിക്കൊരു സത്യമുണ്ട്. ആ സത്യം എന്നെ സംരക്ഷിക്കുക. എനിക്കെന്നല്ല നിങ്ങൾക്കാണെങ്കിലും നമ്മുടെ കർമ്മമാണ് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നത്. അപ്പം മകയിരനാളുകാർ ഭദ്രകാളിയും കൃഷ്ണനും വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരുപാട് വലിയ സാമ്പത്തികത്തിലേക്ക് വന്ന മകയിര നക്ഷത്രക്കാരുണ്ട്. അതുപോലെ മകയിര നക്ഷത്രക്കാർ മറ്റു ചില രഹസ്യം, ഇവർക്ക് നേഴ്സിംഗ് ഫീൽഡ് നല്ലതാണ്. കാരണം ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ അത് ആത്മാർത്ഥതയോടെ ഒരാൾക്കൊരു കെയറിങ് ആണല്ലോ നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. നേഴ്സിംഗ് ഫീൽഡ് നല്ലതാണ്. അതുപോലെ തന്നെ നേഴ്സിംഗ് ഡോക്ടർ മേഖലകൾ നല്ലതാണ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട മേഖല നല്ലതാണ്. വാഹനമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല നല്ലതാണ്. അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ശിവനെ പിടിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. ശിവനെ ചില കാര്യങ്ങൾ ചെയ്താൽ, ശിവന് പക്കനാളിന് ജലധാര, പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന, നെയ്വിളക്ക് ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. ഇപ്പം എത്ര ദുരിതത്തിൽ കഴിയുന്ന ചിത്രക്കാരാണെങ്കിൽ രക്ഷപ്പെടും. ഇതൊക്കെ ചെയ്താലും നമ്മളോട് പരിശ്രമിക്കുകയും കൂടെ വേണം. അല്ല നമ്മൾ ഈ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ചില വിദ്വാന്മാരുണ്ട്. അതുകൊണ്ടായി പറയുന്നത് നമ്മൾ അധ്വാനിക്കുകയും കൂടെ ചെയ്യുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. പിന്നെ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ തുറന്നു വരും, പുതിയ പുതിയ മാറ്റങ്ങൾ തുറന്നു വരും എന്നുള്ളതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് മുരുകൻ, ഭദ്രകാളി പെട്ടെന്ന് ജീവിതം മാറും. മുരുകനെ വിളിക്കണം. മുരുകനെ വിളിച്ചാൽ ഭദ്രകാളി പെട്ടെന്നാണ് ലൈഫ് ചേഞ്ച് ആകുന്നത്. നിങ്ങൾ ചെയ്യുമെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്താൽ മതി, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. പക്ഷേ ഓരോ നക്ഷത്രക്കാരും അവരുടെ ജീവിതം മാറാൻ വിളിക്കേണ്ട ചില ദേവതകളുണ്ട്, അവരെ വിളിക്കണം. അങ്ങനെയുള്ള ഞാൻ ചെറുത് നൈസായിട്ട് അങ്ങ് പറഞ്ഞു പോവുക. പക്ഷേ അത് നിങ്ങളുടെ പലർക്കും പ്രയോജനം ചെയ്യും. ഒരുപാട് സമയം എനിക്കില്ല, കാരണം ഞാൻ നല്ല ക്ഷീണം. ഇന്ന് വാട്സപ്പ് നോക്കിയിട്ടില്ല. കാരണം ഇന്ന് അമ്പലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞു. ഒരുപാട് സമയം. അപ്പോൾ ഇന്ന് എനിക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. പായസം തൊട്ട് കിട്ടിയോ അതുമില്ല. പ്രതീക്ഷിച്ചിരുന്നവരോട് കൈമലത്തിൽ കാണിക്കേണ്ടി വന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു അനുഭവം. പോട്ടെ, എന്തെങ്കിലും എനിക്ക് അതിനകത്ത് പരിഭവ പിണക്കമൊന്നുമില്ല. എല്ലാം ഭഗവാൻ അറിയുന്നു എന്നുള്ളതുള്ളൂ. പോട്ടെ, ഏതായാലും എന്തെങ്കിലും ആട്ടെ. അപ്പം അത് കാരണം ഇന്നത്തെ ദിവസം ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായൊരു ദിവസമാണ്. പോട്ടെ, അതിനത് എല്ലാ ഈശ്വരനെ സമർപ്പിക്കുന്നു. അപ്പോഴേ ഈ ഓരോ നക്ഷത്രക്കാരുടെ ഇപ്പം മകനക്ഷത്രക്കാർ കുടുംബപരതയുടെ ഒരു അനുഗ്രഹം വേണം, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ കൃഷ്ണൻ്റെ ഒന്നും വേണ്ട, ഇതുപോലെ കൃഷ്ണൻ്റെ പ്രതിമ മേടിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ പോലും മകനക്ഷത്രക്കാരുടെ ജീവിതം ചേഞ്ച് വരും. നിങ്ങൾ ചെയ്യും നോക്കിയോ അത്ഭുതകരമായിട്ട്. തിരുവാതിര ശിവനെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. ഭദ്രകാളിയെ ഉറപ്പാണ്. ശിവൻ്റെ ശിവായ ക്ലീം എന്നുള്ള മന്ത്രം വലതുമൂക്കി കൂടെ എടുത്ത് ഇടതുമൂക്കി കൂടെ വിട്ടാൽ
അവർക്ക് ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടും. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന നോക്കിയോ, വലതുമുക്കി കൂടി ശ്വാസം എടുക്കണം, അപ്പോൾ ശിവായ എന്ന് ജപിക്കണം. ഇടതുമുക്കി കൂടെ വിടുമ്പം വലതുമുക്കി കൂടി ശ്വാസം എടുക്കുമ്പോൾ ശിവായ, ഇടതുമുക്കി കൂടി ജപിക്കുമ്പോൾ ക്ലീം ജപിച്ച് വരണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. എന്ന് വെച്ചാൽ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം കേട്ടോ. ഇതെല്ലാം അങ്ങനെ തന്നെ പറയാം. പുണർന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് ഭദ്രകാളി പ്രീതിയും കൃഷ്ണപ്രീതിയും വളരെ പെട്ടെന്ന് ജീവിതം മാറ്റും. തിരുവോണം ഭഗവാൻ കൃഷ്ണൻ്റെയും വളരെ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ട്, ജീവിതം മാറും എന്നുള്ളതാണ്. ഭരണി നക്ഷത്രക്കാർ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ട്, പെട്ടെന്ന് ജീവിതം മാറും. കേട്ട ഭദ്രകാളി മുരുകൻ പ്രീതി ഉണ്ട്, പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ഉത്രട്ടാതി നക്ഷത്രക്കാർ കൃഷ്ണനെ പിടിച്ചാൽ മതി, ഉണ്ണിക്കണ്ണനെ പിടിച്ചാൽ മതി, പെട്ടെന്ന് ജീവിതം മാറും. കൃത്യമാണ്. ഐശ്വര്യ നക്ഷത്രക്കാർ ഭദ്രകാളി പ്രീതി വളരെ നല്ലതാണ്. മുരുകൻ്റെ പ്രീതി വളരെ പെട്ടെന്ന് ജീവിതം മാറും. മുരുകന് പഞ്ചാമൃത അഭിഷേകം കഴിച്ചാൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും. ആയില്യം കൃഷ്ണനെ പിടിച്ചാൽ മതി, പെട്ടെന്ന് വെച്ചാൽ ലൈഫ് ചേഞ്ച് ആകാനുള്ള കാര്യം ഞാൻ പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർ കൃഷ്ണനെ നിത്യമായി പോയി പ്രാർത്ഥിക്കുക, പിന്നെ ഭദ്രകാളിക്ക് വഴിപാട് ചെയ്യുക, വളരെ പെട്ടെന്ന്. പിന്നെ സർപ്പക്ഷേത്രത്തിൽ ഒരു ബുധനാഴ്ച പോകണം. സർപ്പക്ഷേത്രത്തിൽ അല്ലെ അടുത്തുള്ള ക്ഷേത്രത്തിലെ സർപ്പത്തിന് നട ബുധനാഴ്ച ഒരു മൺചരാതിനകത്ത് നെയ്വിളക്ക് തെളിയിച്ചാൽ മതി, വളരെ പെട്ടെന്ന് ജീവിതം മാറും. അനിഴ നക്ഷത്രക്കാർ കൃഷ്ണനെ വിളിക്കണം. ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, ഇവർ നല്ല കഴിവുള്ളവരാണ്. പക്ഷേ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ചിലരൊക്കെ 10-32 വയസ്സ് സമയമെടുക്കും. പക്ഷേ രക്ഷപ്പെട്ടാൽ അന്യായമായിട്ട് രക്ഷപ്പെടും. ഇവർക്ക് മറ്റുള്ളവർ പരാജയപ്പെടുന്നിടത്ത് വിജയിക്കാനുള്ള കഴിവുണ്ട്. ഇവർക്ക് ഏറ്റവും നല്ല ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണടച്ചുകൊണ്ട് പറയും ടീച്ചിങ്ങാണ്. ടീച്ചിങ് മാത്രമല്ല, രാഷ്ട്രീയം നല്ലതാണ്. അതുപോലെ മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്തുക. അതുപോലെ എഞ്ചിനീയറിംഗ് മേഖല, ടെക്നിക്കൽ മേഖല എല്ലാം നല്ലതാണ്. ഇവർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെ പ്രത്യേകം കഴിവുള്ളൂ. അതുകൊണ്ട് ടീച്ചിങ്, അഡ്വക്കേറ്റ് ഒക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ടീച്ചിങ് മേഖല കുറച്ചുകൂടി നല്ലതാണെന്ന് ഞാൻ പറയും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ TV ആങ്കർ ഇവർ നല്ല സൂപ്പറായിട്ട് നിൽക്കും, സൂപ്പറായിട്ട് പറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ള ഒരു ഇതാണ് അനിഴം. പക്ഷേ ഇവർക്ക് ചിലപ്പോൾ ഈ അശ്വതി, ആയില്യം, അനിഴം ഈ നാളുകാർ, അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി ഈ നാളുകാർക്ക് ഒന്നുകിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പലപ്പോഴും വളരെ വലിയ രീതിയിൽ അലട്ടും, അല്ലെങ്കിൽ സന്താന വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് ഉണ്ണിക്കണ്ണനെ പിടിക്കുന്ന നല്ലതാണ്. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ മാറ്റം വരുമെന്നതാണ്. അപ്പോൾ ഈ അനിഴം നാളുകാരെക്കുറിച്ച് ഞാൻ അല്പം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ഉത്രാടം നാളുകാർക്ക് ശിവക്ഷേത്രത്തിൽ പോകണം, വളരെ നല്ലതാണ്, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ കൃഷ്ണനും പെട്ടെന്ന്, പിന്നെ ഭദ്രകാളി, എല്ലാവരും ഭദ്രകാളിയെ വിളിക്കുന്നത് നല്ലതാണ്, എല്ലാ 27 നക്ഷത്രക്കാരും കേട്ടോ. അപ്പോൾ ഉത്രാടം, ഭദ്രകാളി, കൃഷ്ണൻ, ശിവൻ, പെട്ടെന്ന് ജീവിതം മാറും. ഉത്രാടം നാളുകാർക്ക് ഈ സർക്കാർ തത്തുല്യ മേഖലകൾ, അല്ലെ ക്ലറിക്കൽ മേഖലകൾ, അല്ലെ ഏതെങ്കിലും ഫിനാൻസ് മേഖലകൾ, അല്ലെ എഞ്ചിനീയറിംഗ് മേഖലകൾ, അല്ലെ കലാമേഖലകൾ, ഇവരും ഈ അനിഴ നാളുകാരെക്കുറിച്ച് പ്രത്യേക ഒരു പ്രത്യേക ഒരു വിശിഷ്ട ഗുണങ്ങളുള്ളവരാണ് ഉത്രാട നാൾ. പിന്നെ ഉത്രാട നാളുകാരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് കൂട്ടുകാരോട് ഭയങ്കര അമിതമായ ഒരു ഉള്ള പൂരാടം, ഉത്രാടം ഈ 2 നാളുകാർക്ക് കൂട്ടുകാരെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്വാധീനം, കൂട്ടുകാർക്ക് ഇവരെ മേൽ വലിയ സ്വാധീനം ഉണ്ടാകാം. അതിൽ ഉത്രാടം നാളുകാർക്ക് ചിലപ്പോൾ കൂട്ടുകാരെ കൊണ്ട് ഗുണം ചെയ്യുന്നിരിക്കാം, പക്ഷേ പൂരാടം നാളുകാർക്ക് അത്രയും ഗുണം ചെയ്യണമെന്നില്ല കൂട്ടുകാരെ കൊണ്ട്. എന്നാൽ കൂട്ടുകാരോട് വലിയ സ്വാധീനമായിരിക്കും, ചെറിയ ഗുണങ്ങളുണ്ടാകും. എങ്കിലും ഉത്രാടക്കാർക്ക് ചിലപ്പം കുറച്ചുകൂടെ ഗുണം ഉണ്ടായെന്ന് വരാം. എങ്കിലും പൂരാടത്തിനാണ് കൂട്ടുകാരെ കൊണ്ട് അത്ര വലിയ ഗുണം ഉണ്ടാകണമെന്നില്ല, പക്ഷേ കൂട്ടുകാരുടെ വലിയ സ്വാധീനം ഉണ്ടാകുന്ന 2 നാളുകളാണ് പൂരാടം, ഉത്രാടം. ഭയങ്കര സ്വാധീനം ഇവർക്ക്. എന്തിനാ കൂട്ടുകാരോടത്തിൽ പോകുന്നത് പോലും പലപ്പോഴും ഈ ഉത്രാട നാളുകാരോടും അല്ലെങ്കിൽ ഒരു പൂരാട നാളുകാരോടും നിങ്ങൾ ചോദിക്കുക, അവർ കൂട്ടുകാരോടത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ലായിരിക്കും. പലപ്പോഴും അവർ കൂട്ടുകാരെ വിളിച്ച് പോകുന്നു. ഇത് കൂട്ടുകാർക്ക് ഇവരുടെ മേൽ വലിയ സ്വാധീനമായിരിക്കും. ചിലർക്ക് അത് ദോഷമാകാറുണ്ട്, ചിലർക്ക് ഗുണമാകാറുണ്ട്. അപ്പോൾ അത് ഈശ്വരാധീനമാകുമ്പോൾ എന്തായാലും ഗുണമായിട്ടേ വരത്തുള്ളൂ. പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് ടീച്ചിങ് നല്ലതാണ്, ബിടെക്, എഞ്ചിനീയറിംഗ് നല്ലതാണ്, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ്. അവർ കൃഷ്ണ മുറുക്കെ പഠിക്കാൻ നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാർ ഭദ്രകാളിയെ മുറുക്കെ പഠിക്കുന്ന വളരെ ഗുണം ചെയ്യും. ഉത്തരം നാളുകാർ അവർ അയ്യപ്പനെ വിളിക്കുന്ന പെട്ടെന്ന് മാറ്റം വരും. അതുപോലെ തന്നെ അവർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ഭദ്രകാളി എല്ലാവരും വിളിക്കുന്ന നല്ലതാണ്. പൂയം നക്ഷത്രക്കാർ അവർ ജീവിതം മാറാൻ കൃഷ്ണനെ മുറുക്കെ പിടിച്ചാൽ മതി. പൂയം നക്ഷത്രക്കാർക്ക് തിരിച്ചടികൾ എപ്പോഴും, പൂയം എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുന്ന കാര്യമാണ്.
ഇപ്പോൾ ഒരു പെണ്ണിനെ പ്രേമിച്ചെന്ന് വിചാരിച്ചു, ഇവർ പോലും അറിയത്തില്ല ആ പെണ്ണ് വേറെ ആരുടെങ്കിലും കൊടുത്ത് ചിലപ്പം ഒരു ഒളിച്ചോടിയാൽ പോലും ചിലപ്പോൾ അവർ ഇപ്പോൾ ഉണ്ടെന്നുള്ള രീതിയിലുള്ള നടക്കും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, എന്ന് വെച്ചാൽ ഇവർ ആരെങ്കിലും സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷേ ഇവർക്ക് പലപ്പോഴും അത് ശരിയായിട്ടുള്ളൊരു രീതി ആകണമെന്നില്ല, പലർക്കും അത് വിജയമാകണമെന്നില്ല. കൃഷ്ണനെ വിളിച്ചാൽ മതി, നല്ല ബുദ്ധി തെളിയും, ആവശ്യമില്ലാത്ത വഴിക്കൊന്നും പോകത്തില്ല. മനസ്സിലായല്ലോ? ഇവർക്കല്ലേ പലപ്പോഴും ഇവർ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞാൽ പൂയങ്കാരനെ കൊണ്ടായിരിക്കും ഇട്ട് പണി കൂടുതൽ എല്ലാവരും ചെയ്യിക്കുന്നത്. ഇവനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് അവർക്ക് തോന്നും. കാരണം ഇവനെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളും സമീപിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പണി കൂടെ ചിലപ്പോൾ ഇവനെ കൊണ്ടിട്ടങ്ങ് ചെയ്യിക്കും. അങ്ങനെ ഒരുപാട് സഫറിങ്സ് ചെയ്യേണ്ട ഒരു നാളാണ് ഈ പൂയ നാളുകൾ. പക്ഷേ ഇവർ ഉണ്ണിക്കണ്ണനെ വിളിച്ചാൽ ഇവരുടെ ജീവിതം അടിമുടി മാറും. ഇവരേറ്റവും മിടുക്കന്മാരായിട്ട് വരും, നല്ല സ്റ്റബോണായിട്ട് വരും, നല്ല തൻ്റെടികളും നല്ല മിടുക്കന്മാരായിട്ട് വരും. അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടും മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ കൊണ്ട് ജോലി ചെയ്ത് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പൂയ നക്ഷത്രക്കാരുണ്ട്. പക്ഷേ കൃഷ്ണനെ വിളിച്ച അവരുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറും എന്നുള്ളതാണ്. വിശാഖ നക്ഷത്രക്കാർ മുരുകൻ കൃഷ്ണൻ പെട്ടെന്ന് ജീവിതം മാറും. മുരുകനെ പിടിച്ചാൽ മതി, വിശാഖ നാളുകാർക്ക് ജീവിതം ഡെഫിനറ്റായിട്ട് മാറിയുള്ളൂ. ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുക, വഴിപാട് ചെയ്യുക, പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ ചെയ്യണം. വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നാലോ വെറുതെ ഇരുന്നാലോ ഒന്നും കിട്ടത്തില്ല, നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അത്തം നാളുകാർക്ക് കൃഷ്ണൻ ഭദ്രകാളി വളരെ പെട്ടെന്ന് ജീവിതം മാറി. ഈ അത്തം നാളുകാർ വളരെ കഴിവുള്ളവരാണ്, മികച്ച കലാകാരന്മാർ, ഭയങ്കര ഡിസൈനിങ് എബിലിറ്റി, സംഘാടക മികവ്, ഇതൊക്കെ ഉള്ളവരാണ്. ഇപ്പോൾ ഇവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡ് നല്ലതാണ്, ടെക്നിക്കൽ ഫീൽഡ് നല്ലതാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ലതാണ്, ആർട്ട് സംബന്ധമായ ഫീൽഡുകൾ നല്ലതാണ്, കഴിവുള്ളവരാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കും. ഇവർ ഗണപതിയെ വിളിക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ ഗണപതിക്ക് ഇവർ വെള്ളിയാഴ്ചകൾ വഴിപാട് ചെയ്യുന്ന നല്ലതാണ്. പിന്നെ ഭദ്രകാളിയെ വിളിക്കുന്ന നല്ലതാണ്, കൃഷ്ണനെ വിളിക്കുന്ന നല്ലതാണ്. പെട്ടെന്ന് ജീവിതം മാറും. ഇതൊക്കെ ചെയ്തവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി, അല്ല നിങ്ങൾ ചെയ്യേണ്ട. ഈ പറയുന്ന എല്ലാ കാര്യവും അങ്ങനെ എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് അത്രയേ ഉള്ളൂ. ഞാൻ ആരും ഒന്നിനും നിർബന്ധിക്കാറില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല? എനിക്ക് ആവശ്യം പോലെ ചെയ്യുക, അനുഭവമുള്ള കാര്യങ്ങളാണ് പറയാം. ചോദ്യ നക്ഷത്രക്കാർ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, ദേവിയെ വിളിച്ചാൽ മതി, നന്നായിട്ട് രക്ഷപ്പെടും. എത്ര പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടും ദാരിദ്ര്യമുള്ള കടവുള്ള ചോദ്യ നക്ഷത്രക്കാരും ദേവിയെ ആത്മാർത്ഥയോടെ വിളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമില്ലാതെ മനസ്സ് ദേവി ചെല്ലണം. വിളിച്ചാൽ ദേവിയെ അതുപോലെ വിളിച്ചാൽ ചോദ്യ നക്ഷത്രക്കാരനെ ദേവി രക്ഷപ്പെടും. അങ്ങനെ കോടീശ്വരന്മാരായവരുണ്ട്, ഒരു നേരത്തെ വകയില്ലാതെ അന്നത്തിന് വകയില്ലാത്തവർ ദേവീ ഭക്തി കൊണ്ട് ദേവിക്ക് ക്ഷേത്രത്തിലേക്ക് പിന്നെ സമ്പത്തുണ്ടായി പലതും ചെയ്തവരെയൊക്കെ ഞാൻ കൈരേഖ പരിശോധിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ എൻ്റെ അനുഭവത്തെ അടിസ്ഥാനത്തിൽ പറയുന്നു കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, ചെയ്യുന്നവർ ഗുണമുണ്ടാകും, അല്ലാത്തവർ ചെയ്യേണ്ട. ചെയ്യുന്നവർ ഗുണമുണ്ടാകുമെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം അത്ര ഉറപ്പുള്ളവരാണ്, കാരണം അത്ര അനുഭവങ്ങളാണ്. പൂരാട നക്ഷത്രക്കാർ അവർ കൃഷ്ണനെ മുറുകെ പിടിക്കണം. കാരണം ഈ പുരാണ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഈ സ്വത്ത് സംബന്ധമായി അബദ്ധങ്ങൾ പറ്റാം. ഇവർക്ക് സ്വത്തൊക്കെ കാണും. മിക്കവാറും ഈ പാരമ്പര്യമായിട്ടുള്ള ചിലപ്പം ഇടിഞ്ഞ് വീഴാറായിരിക്കുന്ന പെരയോ അല്ലെങ്കിൽ പഴയ പെരയോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ചിലപ്പം കിട്ടും. പക്ഷേ ഇവർക്ക് അനുഭവ യോഗം പലപ്പോഴും ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഇവരിത് എഴുതി വെച്ച് പോയാൽ ചിലപ്പോൾ ഇവർക്ക് ഒന്നും അല്ലാതാകാം ഒരു സാധ്യത ഉണ്ട്. പക്ഷേ അങ്ങനെ ആകണോ നിർബന്ധമൊന്നുമില്ല. ഇവർക്ക് സ്വത്ത് ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പം വേറൊരാൾക്കൊന്ന് എഴുതി കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഈ സ്വത്ത് ഇവരുടെ കയ്യിലേക്ക് ഇവൻ തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സ്വത്ത് സംബന്ധമായ അല്ലെങ്കിൽ കാലശേഷം എഴുതുക, അതൊക്കെ അവനവന് ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ പറയുന്നേ ഉള്ളൂ. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ അബദ്ധം പറ്റാതെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൃഷ്ണനെ മുറുകെ പിടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പുരാടൻ നാളുകാർ എണ്ണ, പിന്നെ ഓയിൽ, ജലം, അങ്ങനെ സംബന്ധമായ, പിന്നെ രാഷ്ട്രീയം, കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിടുക്കന്മാരാണ്. രാഷ്ട്രീയത്തിലൊക്കെ മിടുക്കന്മാരാണ് പുരാടം. രാഷ്ട്രീയമൊക്കെ നല്ല, ഇവർക്ക് ജനസേവനമൊക്കെ നല്ലതാണ്. പിന്നെ എണ്ണ, ഓയിൽ, അങ്ങനെ അതുപോലെ തന്നെ ഈ ജ്യൂസ്, ഇതിൻ്റെയൊക്കെ പരിപാടികളെ ഒക്കെ നല്ലതാണ്. എന്നുവെച്ച് അതൊക്കെ നല്ലതായിട്ട് ചെയ്താലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. പുരാടാണെന്ന് വെച്ച് പോയി ജ്യൂസ് കച്ചവടം ചെയ്താൽ വിജയിക്കത്തൊന്നുമില്ല. ഏതും നമ്മൾ ഈശ്വരാധീനത്തോടെ നല്ലതായിട്ട് ചെയ്താലേ അത് വിജയം ഉണ്ടാകത്തുള്ളൂ. പിന്നെ രാഷ്ട്രീയം, കൃഷിക്കൊക്കെ നല്ല പുരാടം. അതുപോലെ കുറച്ച് പോത്തിനെ മേടിച്ച് വളർത്തുക, ഇത് പറ്റുന്നവർ കാശുണ്ടാക്കാൻ പറ്റും. ഈ പുരാടൻ നാളുകാരന് ഞാൻ പറഞ്ഞങ്ങനെ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പുരാടൻ നാളുകാരൻ 2 പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞോളൂ, താൻ കുറച്ച് പോത്തിനെ മേടിയത്, തൻ്റെ ജീവിതം മാറും. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഒന്ന് ഇവർക്ക് കൃഷിക്ക് അല്ലെ മൃഗങ്ങളെ ഇങ്ങനെയൊക്കെ വളർത്താനൊക്കെ കഴിവുണ്ട്.
അപ്പോൾ അതവർ ചെറിയ രീതിയിൽ ആ കഴിവ് അങ്ങ് പോകാതെ അത് ഒരു നല്ല രീതിയിൽ ചെയ്താൽ അവർക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും. അവരുടെ കഴിവല്ല നഷ്ടപ്പെട്ടു പോകും. ഒരു 1-2 പശുവിനെയും കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പശു ഉണ്ടല്ലേ, ഒന്നിലധികം പശുക്കൾ വേണം, അതിന് ഇവർക്ക് പറ്റും. പിന്നെ കൃഷി, അതുപോലെ രാഷ്ട്രീയം, ഇതൊക്കെ ഇവർക്ക് പറ്റും. പുരാടൻ നാളുകാർക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും എനിക്ക് നല്ല ഒരു ഇതായിട്ട് തോന്നിയിരിക്കുന്ന ഒരു നാളുകാരെന്ന് പറഞ്ഞാൽ പൂരാടം, അതുപോലെ അനിഴം, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നല്ല ശോഭിക്കാൻ പറ്റുന്ന ആളുകളാണ്. പൂരാടം, അനിഴം, പിന്നെ കാർത്തിക, മൂലം, മകീരം, അവിട്ടം, ഉത്രാടം, ആയില്യം, ഉത്രം, ഇങ്ങനെയുള്ള ചില നാളുകാർ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റിയ കഴിവുള്ളവരെ. കാരണം അവർക്ക് എക്സ്ട്രാ ആയിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളൊരു സ്കില്ലുണ്ട്. പക്ഷെ മറ്റുള്ളവരെ അങ്ങനെ സ്കില്ലില്ലെന്നല്ല പറഞ്ഞാൽ ഈ നാളുകാർ കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആയില്യം നക്ഷത്രക്കാരനോട് പറയുകയാണ്, ഇപ്പോൾ ഒരു കുട്ടിക്ക് വയ്യ, അതിനുവേണ്ടി ഒരു പിരിവെടുക്കണം, അതിനൊരു സംഘടന രൂപീകരിച്ചെന്ന് വിചാരിക്കുക. അതിൻ്റെ തലപ്പത്ത് ഒരു ആയില്യം നാളുകാരനെ വെച്ചാൽ ഈ ആയില്യം നാളുകാരനെ ഒരു മാസം കൊണ്ട് പിരിക്കേണ്ടത് 1/2 മാസം കൊണ്ട് പിരിച്ചിരിക്കും. അത്ര കഴിവാണ്. അതുപോലെ ഒരു അശ്വതി നക്ഷത്രക്കാർ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വന്നാൽ ഈ ഒരു അഡ്വൈസ് കൊടുക്കാൻ അശ്വതി നാളുകാർ ഏറ്റവും മിടുക്കന്മാരാണ്. അശ്വതി, പൂരം, ഈ നാളുകാരൊക്കെ അഡ്വൈസ് കൊടുക്കാൻ ഏറ്റവും മിടുക്കന്മാരാണ്. അവർ ഉപദേശം കൊടുക്കുക കറക്റ്റായിരിക്കും. നല്ല മിടുക്കന്മാരാണ് അഡ്വൈസ് കൊടുക്കുക. അങ്ങനെ ചില നാളുകാർക്ക് ചിലപ്പോൾ ചില കഴിവുകളുണ്ട്. അതുപോലെ ഉത്രം നാളുകാർ, നിങ്ങളിപ്പോൾ ഒരു ഉത്രം നാളുകാരനോട് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോവുക, അവൻ ആ പറഞ്ഞ പോലെ വരവണ്ണം മാറാതെ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് ഉത്രം നാളുകാരനുണ്ട്. എന്നാൽ നിങ്ങൾ ഉത്രാടം നാളുകാരൻ ഒരു ജോലി ഏൽപ്പിക്കുക, അവൻ എന്നാ എടുക്കും? അവൻ നിങ്ങൾ പറയാത്ത ചില കാര്യം കൂടെ ചിലപ്പം ചെയ്യും. അങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ട് അവനെ ചിന്തിക്കും. പറഞ്ഞാൽ മനസ്സിലായി. എന്നാൽ നിങ്ങൾ പൂരം നാളുകാരനെ ഒരു ജോലി ഏൽപ്പിക്കുക, അവനെ എന്നാ എടുക്കും? അവനെ കുറച്ചുകൂടി നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും പുതിയ ജോലിയിൽ ചില മാർഗങ്ങളിലൂടെ വേണമെന്ന് അവൻ പറയും. നിങ്ങൾ ചെയ്യുന്ന പോരാ, കുറച്ച് കാര്യങ്ങളൂടെ പുതിയതായിട്ട് ചെയ്യണമെന്ന് അവൻ പറയും. എന്നാൽ ഓരോ നാളുകാർ, ഞാനൊരു ഉദാഹരണത്തെ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു മൂലം നാളുകാരൻ ഒരു കടയിൽ നിൽക്കുകയെന്ന് ചോദിച്ചു. ഈ മൂലം നാളുകാരൻ അധികം നാൾ കടയിൽ ക്യൂ സ്റ്റാഫായിട്ട് നിൽക്കാൻ താഴെയുള്ള, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് താഴെയുള്ള സ്റ്റാഫായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ഈ മൂലം നാളുകാരൻ. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വരാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളവരാണ് ഈ മൂലം നാളുകാർ. ഞാൻ മനസ്സിലായി. അപ്പോൾ അത് ഈശ്വരാനുഗ്രഹം ഉള്ളപ്പോഴാണ് അത് വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ ഉണ്ണിക്കണ്ണന് വഴിപാട് ചെയ്തും സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. അതുപോലെ മകയിരം നാളുകാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു മധ്യ വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 38 അല്ലെങ്കിൽ ഒരു 28 വയസ്സ് വരെ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ഈ മകയിരം നാളുകാർക്ക് ഒരു പാളിച്ച പറ്റാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവനോ വിചാരിച്ചാൽ നല്ലതായിട്ട് കൊണ്ടുപോകാം, ഈശ്വരാദിനുണ്ട് പ്രാർത്ഥനകൾ ചെയ്യാൻ നല്ലതായിട്ട് കൊണ്ടുപോകാം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ളതാണ്, അത് നല്ലതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളൊരു നാളാണ് ഈ മകയിരവും മകവും. കുടുംബജീവിതത്തിലെ പലപ്പോഴും പല ഒരു അസ്വസ്ഥതകളും ഉണ്ടാകാനും ഒക്കെയുള്ള മകയിരം, മകം, വിശാഖം, ഈ നാളുകാരൊക്കെ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെ പൂരം, മകയിരം, മകം, പൂരം, ഈ നാളുകാർ ഞാൻ പെട്ടെന്ന് 1-2-3 നാൾ പറഞ്ഞതേ ഉള്ളൂ. ഈ നാളുകാർ കുടുംബജീവിതത്തിൽ കുറച്ച് കെയറിങ് ആയിരിക്കും നല്ലതാണ്. കുടുംബജീവിതത്തിൽ കുറച്ച് കെയറിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പൊതുവായിട്ട് ഞാനീ പറഞ്ഞു പോകുന്ന ചെറിയ പോയിന്റുകൾ, തട്ടിപ്പോയ ചെറിയ പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. അതായത് നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ചിലവഴിച്ച സമയം പ്രയോജനം ചെയ്യും. എല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ നാൾ വെച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണ ഫലങ്ങളുമല്ല. ഒരാൾ ജനിച്ച സമയം വെച്ച് ഇതെല്ലാം മാറ്റം വരും. ഇതൊക്കെ സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അങ്ങനെയും കൂടെ മനസ്സിലാക്കുക കേട്ടോ. എങ്കിലും അറിയുന്നതുകൊണ്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നാളുകളെക്കുറിച്ച് കുറച്ച് സാമാന്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാലോ സ്വീകരിക്കാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറയുന്നത്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്തവർക്ക് അതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഏത് ചെയ്താലും നമ്മളോട് അധ്വാനിക്കുകയും ഈശ്വരാധീനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഏതൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഏതൊരു പദവി ഇരിക്കുന്ന ആളാണെങ്കിലും നമ്മളെപ്പോഴും ആ പദവി കാണത്തില്ല. നമുക്ക് ഈശ്വരൻ തരുന്നൊരു അവസരമാണ്. നിങ്ങളുടെ മുന്നേ വരുന്നവരോട് സത്യസന്ധമായിട്ട് പെരുമാറണം, പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കണം.
അല്ലെങ്കിൽ കർമ്മം തിരിച്ചടിക്കും. പറഞ്ഞാൽ മനസ്സിലാവും. എന്നും ഒരു ഉദ്യോഗമോ ഒരു രീതിയോ ആ കസേരയിൽ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. തമ്പുരാൻ വിചാരിച്ചതെല്ലാം മാറും. പറഞ്ഞാൽ മനസ്സിലാവും. മാറിയിട്ടുണ്ട്. അതിനധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഏത് ഒരു ഉത്തരവാദിത്വത്തിൽ ഇരുന്നാലും സത്യസന്ധമായിട്ട് പെരുമാറുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ കർമ്മം ചെയ്യുക. ഇത് ഞാൻ ഗുരുക്കന്മാരെ സാക്ഷി നിർത്തി പറയുന്ന കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്ന് ഗുരുപൂർണിമയാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് നമുക്ക് ഏതൊരു തൊഴിൽ, ചെറിയ തൊഴിലോ വലിയ തൊഴിലോ ഒരു കടയിലോ എവിടെയാണെങ്കിലും ഒക്കെ ഉണ്ട്, അതിനോടൊരു നീതി പുലർത്തണം. ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ഉടനെ കൈ മലർത്തി കാണിക്കരുത്, അല്ലെ ഒരു സത്യമില്ലാത്ത രീതിയിൽ പെരുമാറരുത്. അതൊരിക്കലും കർമ്മം തിരിച്ചടിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും അങ്ങനെയുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ഈശ്വരാധീനത്തിൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഏത് തൊഴിലിരുന്നാലും നമ്മുടെ മുന്നിൽ വരുന്നവരോട് സ്നേഹമായിട്ട് പെരുമാറണം, സത്യസന്ധമായിട്ട് പെരുമാറണം. നമ്മളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ ചെയ്യുക. കാരണം ഇതൊന്നും സ്ഥിരമല്ല, ഒന്നും സ്ഥിരമല്ല. നാളെ ഏതവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗുരുപൂർണിമ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട് സത്യസന്ധമായിട്ട് നിങ്ങൾ പെരുമാറുക, വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന. അത് ഈശ്വര സേവയാണ്. ഇതാണ് ഗുരുപൂർണിമ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒന്നിലും വിഷമമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതപ്പം തന്നെ കഴിഞ്ഞു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആരോടും വിരോധമില്ല, യാതൊരു വിരോധവുമില്ല. മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അത് ആ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞു പോയി. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആരുടെയും യാതൊരു വിരോധമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര ശിവോഹം ശിവ. ഓം കൃഷ്ണായ നമഃ. എല്ലാവർക്കും നന്മ വരട്ടെ.